കഴിഞ്ഞ ദിവസം ഒരു ചാനലിലെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തു. എവിടെയാണ് MP എന്നാണ് ചർച്ചയുടെ ചോദ്യം. അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു BJP നേതാവ് പ്രതികരിക്കുന്നത്, അദ്ദേഹത്തിന് ഭയങ്കര തിരക്കാണ്. മണിപ്പൂരിലാണ് അദ്ദേഹം. മണിപ്പൂരിൽ എന്ത് ചെയ്യാൻ? മണിപ്പൂരിൽ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ആയിരക്കണക്കിന് മനുഷ്യരുടെ വീടും അവരുടെ സ്വത്തും തകർക്കപ്പെട്ട മണിപ്പൂർ, എത്രയോ മനുഷ്യർ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ട മണിപ്പൂർ. ആ മണിപ്പൂരിൽ ഇതുവരെയും സമാധാനം പൂർണ്ണമായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. രണ്ട് ജനവിഭാഗങ്ങളെ ശത്രുക്കളാക്കി പരസ്പരം പോരടിപ്പിച്ച് ചോരയൊഴുക്കി കലാപമുണ്ടാക്കി കത്തിക്കാളിയപ്പോൾ എത്ര മാസമായി ഈ നിമിഷം വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് പോയിട്ടില്ല, മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല. ആ മനുഷ്യരുടെ, മണിപ്പൂരിലെ ജനങ്ങളുടെ കണ്ണുനീരൊപ്പാൻ ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല. സുരേഷ് ഗോപി അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ? ഈ നാട്ടിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ സുരേഷ് ഗോപി മൗനം അവലംബിച്ചുകൊണ്ട് തുടരുകയാണ്. ഇതിനെതിരായി വലിയ പ്രതിഷേധം ഉയരണം. ഇപ്പൊ നേരത്തെ സഖാബ് അനൂപ് പറഞ്ഞു, ഇന്നലെയാണ് ഈ പരിപാടി തീരുമാനിക്കുന്നത്. തൃശൂർ ഏരിയ കമ്മിറ്റിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർമാരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ജനവിരുദ്ധമായ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അദ്ദേഹം ഈ മണ്ഡലത്തിലെ ജനങ്ങളെ അപഹസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു, CPIM-ന്റെ ഈ ജില്ലയിലെ കരുത്ത് മുഴുവൻ ആവാഹിച്ചുകൊണ്ട് അത്യുജ്വലമായ പോരാട്ടം ഞങ്ങൾക്ക് നടത്തേണ്ടി വരും. മിസ്റ്റർ സുരേഷ് ഗോപി അങ്ങ് ഓർക്കണം, ഇത് കേരളമാണ്, തൃശ്ശിവപേരൂരാണ്. അനവധി പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ പൗരാവകാശങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ സ്മരണകൾ ഇരമ്പുന്ന മണ്ണാണ്. ശ്രീമാൻ K. കരുണാകരൻ ഈ സംസ്ഥാനത്ത് ഏറ്റവും ശക്തനായി വാഴുന്ന കാലത്ത് അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തൃശൂർ കളക്ടറേറ്റിലേക്ക് 10,000-കണക്കിന് യുവജനങ്ങൾ മാർച്ച് ചെയ്ത ജില്ലയാണ് തൃശ്ശിവപേരൂർ. പോലീസിന്റെ ലാത്തിയെയും പീരങ്കിയെയും തോക്കുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് അലറിപ്പാഞ്ഞ യുവജന ശക്തി കണ്ട നഗരമാണ് തൃശ്ശിവപേരൂർ എന്ന ഓർമ്മ അങ്ങേക്കുണ്ടാവണം. ഇവിടെ എത്ര പ്രക്ഷോഭങ്ങൾ, അത് പഴയ കാലത്ത് സ്വാതന്ത്ര്യ സമരകാലത്ത്, പിന്നീട് ജന്മിത്വത്തിനെതിരായിട്ട്, ഈ നാട്ടിലെ ജനാധിപത്യ ഘാതകർക്കെതിരായിട്ടെല്ലാം നടന്ന പോരാട്ടങ്ങളിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ, ഞങ്ങളുടെ മുൻതലമുറ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇവിടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലോ നവോത്ഥാന പോരാട്ടങ്ങളിലോ ഒന്നും യാതൊരു പങ്കും വഹിക്കാത്ത ആളുകൾ അധികാരത്തിന്റെ പണത്തിന്റെ പിൻബലത്തിൽ ജനാധിപത്യാവകാശങ്ങൾ കവരുമ്പോൾ അത് കണ്ണടച്ച് നോക്കിയിരിക്കാൻ നമുക്കാവില്ല. അതുകൊണ്ട് ഈ പോരാട്ടം ഒരു സൂചനയായി കാണേണ്ടതുണ്ട്. തൃശ്ശിവപേരൂരിന്റെ പൗരാവലി തീർച്ചയായും മനസ്സ് തുറക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ ചില കോൺഗ്രസ്സുകാർ ഞങ്ങളാണ് ഇതിൻ്റെ വലിയ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് വേഷം കെട്ടുന്നുണ്ട്. ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഞങ്ങൾ കള്ളവോട്ടിനെതിരായി സമരം ചെയ്യുമ്പോൾ അന്ന് ശ്രീ TN പ്രതാപനും ജോസ് വള്ളൂരും അനിൽ അക്കരയും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ 3 ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് CPIM BJP അന്തർധാര എന്നായിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാകും. ആ ദിവസങ്ങളിലെല്ലാം ഒരക്ഷരം ഈ കള്ളവോട്ടിനെ കുറിച്ച് പ്രതികരിക്കാതിരുന്ന പ്രതാപൻ ഇന്ന് അവിടെ പരാതി കൊടുക്കാൻ പോയത് വലിയ വാർത്തയാക്കിയിരിക്കുകയാണ്. ശ്രീമാൻ TN പ്രതാപൻ, ശ്രീ ജോസ് വള്ളൂർ, ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ, നിങ്ങളുടെ കള്ളക്കളി ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഇടയാക്കിയ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം കോൺഗ്രസിന്റെ പെട്ടിയിലുണ്ടായിരുന്ന ഏതാണ്ട് 1,00,000-ലേറെ വോട്ടുകൾ അപ്പുറത്തേക്ക് മാറിയതാണ് എന്ന് കൂടി ഓർമ്മയുണ്ടാകണം. ഇപ്പോൾ ഒരുപാട് അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്, അത് നടത്തിക്കോളൂ. ഇവിടെ ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഒന്നിച്ചുള്ള പോരാട്ടം ഉണ്ടാകണം എന്ന അഭ്യർത്ഥന ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഈ സന്ദർഭത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ മാത്രം ഈ കാര്യം പറയുന്ന ആളുകളല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഈ വിഷയങ്ങളിലെല്ലാം നിരന്തരമായിട്ട് സംസാരിച്ചിരുന്ന ആളുകൾ ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങളെ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് വേട്ടയാടാൻ BJP ശ്രമിച്ചപ്പോൾ അതിന് പിന്തുണ നൽകിയവരാണ് കോൺഗ്രസ്സുകാർ. ആ കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം.
ഇഡിയും IT-യും ഒക്കെ CPIM-നെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ തൃശ്ശൂരിലെ DCC നേതാക്കൾ അനിൽ അക്കരെ പോലെയുള്ള ആളുകൾ കേന്ദ്ര ഏജൻസിക്ക് ഹല്ലേലൂയ പാടുകയായിരുന്നു എന്ന കാര്യവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതൊക്കെ ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്, ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലുമുണ്ട്. എന്നാലും നിങ്ങൾ ഇപ്പോൾ ശരിയായ കാര്യം പറഞ്ഞാൽ ശരിയാണ്. അതുകൊണ്ട് കള്ളവോട്ടിനെതിരായി, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരായിട്ട് ശരിയായ കാര്യം ആരുന്നയിച്ചാലും അതിനെ ഞങ്ങൾക്ക് പിന്തുണക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ പിന്തുണക്കുകയും ചെയ്യും. ഇപ്പോൾ ജനാധിപത്യ പുനഃസ്ഥാപനമാണ് അടിയന്തരമായ ആവശ്യം എന്നുള്ളത് കൊണ്ട് സുരേഷ് ഗോപിയുടെയും BJP-യുടെയും കള്ളക്കളി തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് ആണ് ഒരു ദിവസം കൊണ്ട് CPIM ഇത്തരത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സമരം സംഘടിപ്പിച്ചത്. ഏതാനും മണിക്കൂറുകളുടെ അറിയിപ്പിൽ ഇവിടേക്ക് ഒഴുകിയെത്തിയ മുഴുവൻ പാർട്ടി സഖാക്കളെയും അനുഭാവികളെയും CPIM-ന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു.